Hi. ലവ്ലി ഡയറക്റ്റഡ് ബൈ ദിലീഷ് കരുണാകരൻ. ദിലീഷ് കരുണാകരൻ്റെ സ്ക്രിപ്റ്റ് എല്ലാം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വർക്കാണ്. ഇപ്പോൾ ഡാദടിയ ആണെങ്കിലും അതുപോലെ തന്നെ സോൾട്ട് ആൻഡ് പെപ്പർ. പിന്നെ ഇയാൾ ആദ്യം ഡയറക്റ്റ് ചെയ്തൊരു പടമുണ്ട് ടമാർ പടാറ്. ടമാർ പടാറ് മൊത്തത്തിലൊരു സോഷ്യോ പൊളിറ്റിക്കൽ സറ്റയർ ആയിട്ടുള്ളൊരു പടമാണ്. എനിക്ക് ഏത് മൂഡിലും കണ്ടിരിക്കാൻ പറ്റിയ എൻ്റെ ഇഷ്ടപ്പെട്ടൊരു പടമാണ്. അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ നമ്മുടെ ലവ്ലി എന്ന് പറയുന്ന സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്ത് കയറിയത്. ഈ പടം ശരിക്കും ഒരു കുഞ്ഞി പടമാണ്. 2 മണിക്കൂർ തികച്ചില്ല കേട്ടോ. 1 മണിക്കൂർ 55 മിനിറ്റാണ് ഈ പടത്തിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. വളരെ നൈസ് ആയിട്ടുള്ള ഒരു പടം. സറ്റർ അതേപോലെ തന്നെ പിടിച്ചിട്ടുണ്ട്. അതായത് സോഷ്യോ പൊളിറ്റിക്കൽ സറ്റർ എന്ന് പറയുന്ന ദിലീഷ് കരുണാകരന്റെ സ്ഥിരം പാറ്റേൺ ഈ പടത്തിലുണ്ട്. അതിന്റെ കൂടെ ഫാന്റസി നല്ല രീതിയിൽ തന്നെ മെർജ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ ടെക്നിക്കൽ വർക്ക് എന്ന് പറയുന്നത് അടിപൊളിയാണ്. നമുക്കൊരു ഹൈബ്രിഡ് 3D എന്നോ അല്ലെങ്കിൽ ലൈവ് ആനിമേഷൻ പടം എന്നൊക്കെ പറയാൻ പറ്റിയ ഒരു ടെക്നോളജിയാണ് ഈ പടത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ബറോസിനെക്കാട്ടിലും ഫാർ ബെറ്റർ ആണ് ഈ പടത്തിന്റെ ടെക്നിക്കൽ സൈഡ് എന്ന് പറയുന്നത്. ഈച്ചയുടെ ഭാഗം, അതായത് ഈച്ച എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ രാജമൗലിയുടെ ഈച്ചയെ മനസ്സിൽ കണ്ടുകൊണ്ട് കയറരുത്. പക്ഷെ ടെക്നിക്കലി അതിനോട് തന്നെ പിടിച്ചിരിക്കാൻ വേണ്ടി ഈ പടത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ പടത്തിന്റെ ടീസർ കാണുന്ന സമയത്ത് തന്നെ ടെക്നിക്കലി അടിപൊളിയാണ് ഈ പടം. അതിലൊന്നും ഒരു തർക്കവും. പടത്തിന്റെ VFX വർക്ക് അതുപോലെ തന്നെ 3D വർക്കുകളൊക്കെ ഗംഭീരമായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ സറ്റർ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പോകുമ്പോൾ പോലും ഫാന്റസിക്ക് അത്ര തന്നെ ഇമ്പോർട്ടൻസ് ഈ പടം കൊടുക്കുന്നുണ്ട്. ഈ ഫാന്റസി പാർട്ട് നല്ല രീതിയിൽ വർക്കായതിൽ ഈ ടെക്നിക്കൽ സൈഡിന് നല്ലൊരു ഹാൻഡ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ടെക്നിക്കൽ സൈഡ് എവിടെയെങ്കിലും പാളിപ്പോയിരുന്നെങ്കിൽ ഇതിന്റെ ഈ ഫാന്റസി എലമെന്റ് മൊത്തം പൊളിഞ്ഞു പാളിസാകുമായിരുന്നു. ഈച്ച എന്ന് പറയുന്ന സാധനം ഫാന്റസി ആണല്ലോ. ഈച്ച സംസാരിക്കുക അല്ലെങ്കിൽ ഈച്ച മനുഷ്യന്മാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു ഫാന്റസി ആയിട്ടുള്ള ഒരു വേൾഡ് ആണ്. ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അങ്ങനെയാണ് എഴുതി കാണിക്കുന്നത്. യു ആർ എൻ്ററിങ് ഇൻ ടു സമ്മൺസ് ഡ്രീം എന്ന് എഴുതി കാണിച്ചിട്ടാണ് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ സറ്റയർ എന്ന് പറയുന്ന സാധനം നല്ല രീതിയിൽ തന്നെ വർക്കായിട്ടുണ്ട്. അത് റെലവെൻ്റ് ആണ്, ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, അതിലേക്ക് ഞാൻ വരാം. ഇനി സിനിമയുടെ ടെക്നിക്കൽ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആഷിക് കപൂറാണ് പടത്തിന്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുള്ളത്. ഗംഭീരമായിട്ടുള്ള വർക്കായിരുന്നു കേട്ടോ. കളർ ടോണും കാര്യങ്ങളൊക്കെ സൂപ്പർ ആയിരുന്നു, നൈസാണ് ആ ഭാഗങ്ങൾ. പിന്നെ വരുന്നത് മ്യൂസിക്കാണ്. മ്യൂസിക് ചെയ്തിട്ടുള്ള 2 ആൾക്കാരാണ്, വിജി ബാലും അതുപോലെ തന്നെ വിഷ്ണു വിജയും. ഗംഭീരമായിട്ടുള്ള വർക്ക്. സിനിമയിലെ പാട്ടുകളാണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും എടുത്തു പറയേണ്ട ഒരു സാധനമുണ്ട്. ഈ പടത്തിൽ ജയിലിൽ വെച്ചിട്ട് ബാബുരാജിന്റെ ഒരു എൻട്രി ഉണ്ട്. അവിടെ ഇദ്ദേഹത്തിലെ ഒരു ട്രാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നി ഈ പടത്തിന്റെ OST ഇറങ്ങുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇൻസ്റ്റയിൽ റീൽസിലും ഷോർട്സിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്ന ഒരു സാധനം അല്ലെങ്കിൽ വൈറലാകാൻ പോകുന്ന ഒരു ട്രാക്ക് അതായിരിക്കും. കിഡിലൊരു വർക്ക്. നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു രോമാഞ്ചം വരുന്നൊരു ടൈപ്പ് വർക്കാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ബാബുരാജിന്റെ ഒരു സ്ക്രീൻ പ്രസൻസ് ഗുണ്ടയാണ് കേട്ടോ. ഇയാളിങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു ആവേശമൊക്കെ തോന്നും. ആ ഒരു മ്യൂസിക് വർക്കും കാര്യങ്ങളൊക്കെ ഗംഭീരമായിരുന്നു. പിന്നെ മാത്യൂസിന്റെ പ്രകടനമായി കഴിഞ്ഞാലും അതുപോലെ തന്നെ ബാബുരാജ്, പിന്നെ ശ്രീജിത്ത് രവി ഉണ്ട്, പ്രശാന്ത് മുരളിയുടെ അഭിനയം, പിന്നെ ചെറിയ ചെറിയ ആർട്ടിസ്റ്റുകളാണ് ഈ പടത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. അവരുടെയൊക്കെ പെർഫോമൻസ് ഗംഭീരമായിരുന്നു. പെർഫോമൻസ് വൈസ് സൂപ്പറാണ്. പിന്നെ ഈ സിനിമ പറഞ്ഞു വയ്ക്കുന്ന ചില ഈ സൊസൈറ്റിയിൽ തന്നെയുള്ള ചില പഴയ കാഴ്ചപ്പാടുകളൊക്കെ കളിയാക്കിക്കൊണ്ടാണ് ഈ പടത്തിന്റെ സറ്റയർ പാർട്ട് പോകുന്നത്. അത് റെലവെന്റ് ആണ്, അത് എല്ലാ കാലത്തും റെലവെന്റ് ആണ്, നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അതേസമയം തന്നെ ഇതിന്റെ ഫാന്റസി പാർട്ട് എന്ന് പറയുന്ന ഭാഗം നല്ല രീതിയിൽ സിനിമയിൽ വർക്കായിട്ടുണ്ട്. അത് ഒരാളുടെ ഒരു സ്വപ്നം പോലെ അല്ലെങ്കിൽ ഒരാളുടെ തോന്നൽ പോലെയാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ സിനിമയുടെ ടീസർ റിലീസാകുന്ന സമയത്ത് ഈ ഈച്ചയുടെ സൗണ്ട് ഡബ് ചെയ്തത് ടീസറിൽ ഉണ്ണിമായ പ്രസാദ് ആയിരുന്നു. നിങ്ങളിപ്പോഴും ടീസറിന്റെ യൂട്യൂബ് കമന്റ്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും. എല്ലാ ആൾക്കാരും ഒരു നെഗറ്റീവ് പറഞ്ഞത് ഉണ്ണിമായ പ്രസാദിന്റെ സൗണ്ടിനായിരുന്നു. പക്ഷെ സിനിമയിൽ വന്ന സമയത്ത് ഈ സിനിമയിൽ ഈച്ചയ്ക്ക് വേണ്ടി ഡബ് ചെയ്തത് നമ്മുടെ ശിവാംഗിയാണ്. ഈ യൂട്യൂബിലെല്ലാം കണ്ടിട്ടില്ലേ, ശിവാംഗിയുടെ സൗണ്ടാണ് ഈച്ചയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അത് പെർഫെക്റ്റ് സൗണ്ട് ആയിരുന്നു കേട്ടോ. ശരിക്കും ഒരു ഈച്ച സംസാരിച്ചാൽ എങ്ങനെ ഉണ്ടാകും ആ രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല വർക്കായിരുന്നു. എനിക്ക് തോന്നുന്നു ഉണ്ണിമായ പ്രസാദിന്റെ സൗണ്ടാണ് ഈ മൊത്തം സിനിമയിൽ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഒരുമാതിരി കുടുംബശ്രീ അമ്മായിയുടെ സൗണ്ട് പോലെ തന്നെ. അത് വളരെ മെച്യൂർ ആയിട്ടുള്ള വളരെ ഏജ്ഡ് ആയിട്ടുള്ള സൗണ്ട് ആണല്ലോ. ശിവാംഗിയുടെ സൗണ്ട് കുറച്ചുകൂടി ഫ്രഷ് ആയിട്ടുള്ള സൗണ്ടാണ് എന്ന് മാത്രമല്ല ഒരു കുട്ടി സംസാരിക്കുന്ന ഒരു ഫീൽ നമുക്ക് ഉണ്ടാകും. സോ ആ ഒരു കറക്ഷൻ നന്നായിരുന്നു. എനിക്ക് തോന്നുന്നു ടീസറിലെ ആൾക്കാരുടെ ആ ഒരു പ്രതികരണം കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ അവർ ആ സൗണ്ട് മൊത്തത്തിൽ മാറ്റിയത്. പക്ഷെ ശിവാംഗിയുടെ സൗണ്ട് പെർഫെക്റ്റ് ആയിരുന്നു. അത് നല്ലൊരു കറക്ഷനാണ്. ഓവറോൾ രാജമൗലിയുടെ ഈച്ചൊന്നും പ്രതീക്ഷിച്ച് പോകണ്ട. ഇത് ദിലീഷ് കരുണാകരന്റെ ഒരു സറ്റയർ പടമാണ്. അതിന്റെ കൂടെ കുറച്ച് ഫാന്റസി എലമെന്റ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിരിക്കാൻ വേണ്ടി പറ്റും. പിന്നെ 3D ആണെന്ന് വെച്ചിട്ട് ചെറിയ കുട്ടികൾക്കുള്ള സിനിമ ഒന്നും അല്ല കേട്ടോ. ഇത് കുറച്ചുകൂടി അഡൽട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റിയ ടൈപ്പ് മൂവിയാണ്. എന്നാൽ ഫാന്റസി കൂടി എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അത് അടിപൊളിയായിരിക്കും. കുഞ്ഞി പടമാണ്, വലിയ യുദ്ധമൊന്നും പ്രതീക്ഷിച്ച് പോകണ്ട, ബോറടിക്കില്ല. ഓക്കെ അല്ലേ? മ്യൂസിക് അടിപൊളിയാണ്, ടെക്നിക്കൽ സൈഡ് അടിപൊളിയാണ്. പിന്നെ സിനിമയിലെ സറ്റയർ പൊതുവെ എൻജോയ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ പടം ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. സോ കണ്ടു നോക്കുക. ഇതാണ് ദിലീഷ് കരുണാകരന്റെ ലവ്ലി പടം.